SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ CPIM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ. വെള്ളാപ്പള്ളി നടേശനെ രണ്ട് തോണിയിൽ കാലുവെക്കുന്ന നിലപാടാണ് SNDPയുടെയും നവോത്ഥാന സമിതിയുടെയും തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും സംഘപരിവാറിനൊപ്പമാണ്. ഈ ബഹുമുഖ വേഷം കേരളീയ സമൂഹം തിരിച്ചറിയണമെന്നും P. ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ ഇപ്പോഴത്തെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ ചെയ്യുന്ന ഒരു കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം രണ്ട് തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലേ? ഇങ്ങനെ രണ്ട് തോണിയിൽ കാല് വെക്കുന്നത്. അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി, പിന്നെയോ നവോത്ഥാന സമിതിയുടെ, കേരളത്തിലെ അന്നത്തെ ഗവൺമെന്റ് രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരിക. പിന്നെയോ മകനെ BDSന്റെ ജനറൽ സെക്രട്ടറി ആക്കുക. ആ BDS ആരുടെ കൂടിയ സംഘപരിവാർ ശക്തികൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥികളെ വെള്ളപൂശാൻ വേണ്ടി നടക്കുന്നു. സംഗതി മനസ്സിലായത്. ഈ ബഹുമുഖ വേഷം അത് കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. RC തുലനം ചെയ്യുന്നു. ശ്രീത്ത്, വെള്ളാപ്പള്ളി നടേശൻ പോയ കാലങ്ങളിൽ നടത്തിയ കഠിനമായ വർഗീയ വിദ്വേഷ പ്രസ്താവനകൾ, അതിനോട് CPM നേതൃത്വത്തിന്റെ മൗനം മാത്രമല്ല ചേർത്തുപിടിക്കൽ, അതിനെ എതിർത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പേരിനൊരു എതിർപ്പ് എന്നതിനപ്പുറം ചേർത്തുപിടിക്കൽ കണ്ടതാണ്. അത് വലിയ തോതിൽ വിമർശന വിധേയമായത് കണ്ടതാണ്. വലിയ പരാജയത്തിലെ കതും കാരണമായി എന്ന് CPM വിലയിരുത്തുന്നുണ്ട്. വെള്ളാപ്പള്ളി വിമർശനം തുടങ്ങിവെക്കുകയാണോ P. ജയരാജൻ? ശ്രീജിത്ത്. ഹാഷ്മി, വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിഷം തുപ്പുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള നിലപാടുകൾ, പ്രസ്താവനകളൊക്കെ നടത്തിയ ഘട്ടത്തിലൊന്നും CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഒരു തരത്തിലുള്ള വിമർശനവും അദ്ദേഹത്തെ നടത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയനെ വാനോളം പുകഴ്ത്തുന്ന തരത്തിലുള്ള രണ്ട് ഘട്ടങ്ങളിലായി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും വന്നിരുന്നു. എന്നാൽ ചില നേതാക്കളൊക്കെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞു എന്നത് നേരാണ്. എന്നാൽ ഇപ്പോൾ P. ജയരാജൻ അതിൽ നിന്ന് മാറി നടക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അതിന് ഒരു കാരണമുണ്ട്. ഇന്നലെ CPIMന്റെ സംസ്ഥാന സമിതി കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചത് അല്ലെങ്കിൽ തള്ളിപ്പറയാത്തത് ദോഷം ചെയ്തു എന്ന വിലയിരുത്തലുണ്ട്. അപ്പോൾ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നിലപാടായി തീരുമാനം വന്ന ശേഷമാണ് P. ജയരാജൻ വെള്ളാപ്പള്ളി വിമർശനത്തിന് തുടക്കം കുറിക്കുന്നത്, നാന്ദി കുറിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ ഈ മാർക്സിയൻ കാഴ്ചപ്പാടനുസരിച്ച് എല്ലാ നിലപാടുകൾക്കും ഒരു ചരിത്രപരമായ കാഴ്ചപ്പാട് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ രണ്ട് തോണിയിൽ കാലമർത്തുന്നു എന്നാണ് P. ജയരാജൻ പറയുന്നത്. ഒരു പക്ഷത്ത് നവോത്ഥാനവും മറുവശത്ത് ഈ BDS പോലുള്ള സംവിധാനങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം ഇടപെടുന്നുവെന്നാണ്. എന്നാൽ ഈ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി വെള്ളാപ്പള്ളി നടേശനെ വെച്ചത് CPIMന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. അദ്ദേഹം വർഗീയ വിഷം വമിക്കുന്ന ധാരാളം പ്രതികരണങ്ങൾ നടത്തിയിട്ടും ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ ആവശ്യമുയർന്നിട്ട് പോലും നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തയ്യാറായില്ല എന്നതാണ് ഒരു കാര്യം. മാത്രമല്ല, അദ്ദേഹത്തെ തള്ളിപ്പറയാൻ പോലും ആ ഘട്ടത്തിലൊന്നും തയ്യാറായിരുന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.